അടയാളമാണ്. 3 പേരുടെയും മരണവാർത്തയറിഞ്ഞ പ്രവാചകൻ അവരുടെ ആത്മാവുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതായി സന്തോഷവാർത്തയറിയിച്ചു. 3 സൈന്യനായകന്മാരും ദൈവസന്നിധിയിലേക്ക് യാത്രയായപ്പോൾ ചടുലനും നിപുണനുമായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധനേതൃത്വം ഏറ്റെടുത്ത് സൈന്യത്തെ പുനരേകീകരിച്ചു. മദീനയിൽ നിന്ന് പോഷക സൈന്യം വന്നിരിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ച റോമാ സൈന്യം പിന്തിരിഞ്ഞോടി. സൈന്യത്തിന്റെ എണ്ണമല്ല, ദൈവിക സഹായമാണ് വിജയത്തിന് നിദാനമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. മക്ക വിജയം. മരുഭൂമിയുടെ വിശാലതയിലൂടെ 10,000-ഓളം വരുന്ന മുസ്ലിങ്ങളെ നയിച്ചുകൊണ്ട് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകാതെ മക്കയിലേക്ക് നീങ്ങി. തന്നെയും അനുചരന്മാരെയും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കുകയും വേദനാജനകമായ കൊടും ക്രൂരതകൾ ഏൽപ്പിക്കുകയും ചെയ്ത മക്കയിലെ ഖുറൈശികളും അവരുടെ നേതാക്കന്മാരും നിർബന്ധിതാവസ്ഥയിൽ തനിക്ക് കീഴൊതുങ്ങിയപ്പോൾ കാരുണ്യത്തിന്റെ പ്രതീകമായ പ്രവാചകൻ അവർക്ക് മാപ്പ് കൊടുത്തതായി പ്രഖ്യാപിച്ചു. സ്വന്തം മതവും വിശ്വാസവും അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകി. വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചതെന്ന പ്രചരണം തെറ്റാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണിത്. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത എല്ലാ അമുസ്ലിങ്ങളോടും നന്മ ചെയ്യണമെന്നും നീതി കാണിക്കണമെന്നും ഖുർആൻ അധ്യായം 60 മുംതഹിന 8-ാം സൂക്തത്തിൽ അല്ലാഹു അസന്നിഗ്ധമായി മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ചീത്ത പറയരുതെന്ന് ഖുർആൻ 6-ാം അധ്യായം 108-ാം സൂക്തത്തിലും മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത എല്ലാ ഇതര മതസ്ഥരോടും നീതി കാണിക്കണമെന്നും അവർക്ക് നന്മ ചെയ്യണമെന്നും 60-ാം അധ്യായം 8-ാം സൂക്തത്തിലും അല്ലാഹു മുസ്ലിങ്ങളോട് അസന്നിഗ്ധമായി കൽപ്പിക്കുന്നു. ബിർ ഉസ്മാൻ. മദീനയിൽ കടുത്ത വെള്ളക്ഷാമം പിടിപെട്ടു. റൂമ എന്ന ജൂതന്റെ ഉടമസ്ഥതയിലുള്ള ഈ കിണറ്റിൽ മാത്രം വെള്ളം വറ്റിയില്ല. റൂമായുടെ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്കായി ദാനം ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് കേട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 20,000 ദിർഹം കൊടുത്ത് ഈ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തു. ഇത് മദീനയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ്. ഇതിലിപ്പോഴും സമൃദ്ധമായി വെള്ളമുണ്ട്. ഹജ്ജത്തുൽ വദാ. ആദ്യമായും അവസാനമായും പ്രവാചകൻ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹജ്ജിന് പുറപ്പെടാൻ തീരുമാനിച്ച വിവരം പ്രവാചകൻ വിളംബരം ചെയ്തു. അറേബ്യയുടെ നാനാഭാഗങ്ങളിലും ആ വിളംബരം മാറ്റൊലികൊണ്ടു. നഗരങ്ങളും കുഗ്രാമങ്ങളും മലഞ്ചെരിവുകളും മരുഭൂമികളും ആ വിളിക്കുത്തരം നൽകി. ജനങ്ങൾ മദീനയിലേക്ക് പ്രവഹിച്ചു. മരണത്തിന്റെ ഏകദേശം 3 മാസം മുമ്പ് AD 632 1,00,000-ഓളം വിശ്വാസികളെയും കൂട്ടി പ്രവാചകൻ മക്കയിലേക്ക് പുറപ്പെട്ടു. മിനായിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചിടത്താണ് ഈ മസ്ജിദുൽ ഖൈഫ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് അറഫയിലെ മസ്ജിദുൻ നമിറ എന്ന പള്ളി. ദുൽഹജ്ജ് 9 പ്രവാചകൻ അറഫയിൽ ഈ പരിസരത്ത് നടത്തിയ ചരിത്രപ്രധാനമായ പ്രസംഗത്തിന്റെ ചുരുക്കം. ജനങ്ങളെ, എന്റെ വാക്കുകൾ സശ്രദ്ധം ശ്രവിച്ചാലും ഇവിടെ വെച്ച് ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ചുകൂടാൻ കഴിയുമോ എന്നറിയില്ല. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും സമ്പത്തും അന്ത്യനാൾ വരെ പവിത്രമാണ്. എല്ലാ പലിശകളും അജ്ഞാനകാലത്തെ പ്രതികാര രക്തവും അസാധുവാക്കിയിരിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾക്ക് സ്ത്രീകളോടും സ്ത്രീകൾക്ക് നിങ്ങളോടുമുള്ള ബാധ്യതകൾ നിറവേറ്റുക. മാന്യമായ വസ്ത്രവും ഭക്ഷണവും നിങ്ങൾ അവർക്ക് നൽകുക. അവരോട് നിങ്ങൾ കാരുണ്യത്തോടെ പെരുമാറുക. അവർക്ക് നിങ്ങൾ ആശ്രിതരും പങ്കാളികളുമാണ്. ദൈവിക വചനത്തിന്റെ പേരിലാണ് അവരെ നിങ്ങൾക്ക് ഇണകൾ എന്ന നിലയിൽ അനുവദനീയമാക്കിയിട്ടുള്ളത്. എന്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുക. വ്യക്തമായ ഒരു കാര്യം വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വ്യതിചലിക്കുകയില്ല. ദൈവിക ഗ്രന്ഥവും അവന്റെ ദൂതന്റെ ചര്യയുമാണത്. നിങ്ങൾ ആത്മദ്രോഹം ചെയ്യാതിരിക്കുക. എന്റെ രക്ഷിതാവായ നാഥ,
നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എത്തിച്ചു കൊടുത്തിട്ടില്ലയോ? ജനങ്ങൾ ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അതെ. പ്രവാചക തിരുമേനി തന്റെ വിരൽ ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, നീ സാക്ഷ്യം വഹിച്ചാലും ലോകത്തിലെ സർവ്വരാഷ്ട്രങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ ദേശഭാഷാ വർണ്ണ ഭേദമന്യേ അറഫാ ദിനത്തിൽ ഇവിടെ താമസിക്കുന്നു. ഉയിർത്തെഴുന്നേൽപ്പു നാളിൽ സർവ്വ മനുഷ്യരും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സംഭവത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇത് മുസ്ദലിഫ പള്ളി. അറഫയിൽ നിന്ന് മിനായിലേക്ക് പോകുന്ന ഹാജിമാർ താൽക്കാലികമായി മാത്രം താമസിക്കുന്ന മുസ്ദലിഫ. മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പരലോകത്തേക്കുള്ള യാത്രയിൽ താൽക്കാലികമായി മാത്രം താമസിക്കുന്ന ഭൗതിക ലോകത്തിന്റെ നൈമിഷികതയെയാണ് ഇത് ഉണർത്തുന്നത്. നബിയുടെ കാലം മുതൽ ഇന്നുവരെയും മദീനയിലെ പൊതു ഖബറിടമാണ് ബഖീഉൽ ഖർഖദ് എന്ന ജന്നത്തുൽ ബഖീഅ്. ഇതിലാണ് പ്രവാചകന്റെ ഭാര്യമാരും സന്താനങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ നിരവധി മഹാന്മാരും മഹദികളും സാധാരണക്കാരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ക്രിസ്താബ്ദം 632 ജൂൺ 8 പ്രവാചകത്വ പരമ്പരയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 63-ാം വയസ്സിൽ ലോകത്തോട് യാത്ര പറഞ്ഞ ദിനമാണത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ് പ്രവാചകൻ മരണപ്പെട്ടത്. അവിടെ തന്നെയാണ് പ്രവാചകനെ മറവു ചെയ്തതും. മദീനയിൽ മസ്ജിദുൻ നബവിയോട് ചേർന്ന് നിൽക്കുന്ന ഇതിനകത്താണ് പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾ പ്രവാചകന്റെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. നാഗരിക വികാസത്തിന്റെ വിദൂര സാധ്യതകൾ പോലും കാണാത്ത പുരാതന അറേബ്യയിൽ ക്രിസ്താബ്ദം 570 ഏപ്രിൽ മാസത്തിൽ മക്കയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായി ജനിച്ച് ബാല്യത്തിൽ തന്നെ അനാഥനായി വളർന്ന് യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ പഠിച്ചിട്ടില്ലാത്ത, എഴുത്തും വായനയും വശമില്ലാതിരുന്ന, തികച്ചും സത്യസന്ധനെന്ന് ശത്രുക്കൾ പോലും സമ്മതിച്ച മുഹമ്മദ് എന്ന മനുഷ്യൻ 40 വയസ്സുവരെ ലോകത്തോട് അത്ഭുതങ്ങളൊന്നും പറഞ്ഞില്ല. 40 വയസ്സിന് ശേഷം ദൈവത്തിൽ നിന്ന് തനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചൊല്ലിക്കേൾപ്പിക്കുന്ന വചനങ്ങളുടെ ചരിത്രപരമായ ആധികാരികതയാണ് ഇതുവരെ നാം കണ്ടത്. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലേക്കും മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഓർക്കുക, സർവലോക നിയന്താവായ ദൈവം അവൻ ഏകനാകുന്നു. അവൻ മോശയുടെയും യേശുവിന്റെയും കന്യാമറിയമിന്റെയും പരിശുദ്ധാത്മാവായ ഗബ്രിയേലിന്റെയും ശ്രീരാമന്റെയും മുഹമ്മദ് നബിയുടെയും ഉൾപ്പെടെ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമാകുന്നു. പല ഭാഷകളിലായി അറിയപ്പെട്ട യഹോവയും അല്ലാഹുവും ആദിപരാശക്തിയും അവൻ തന്നെ. അവനെ മാത്രം ആരാധിക്കുക. മധ്യവർത്തികളില്ലാതെ അവനോട് നേരിട്ട് പ്രാർത്ഥിക്കുക. അവൻ സൃഷ്ടിയല്ല, സർവ സൃഷ്ടികളുടെയും സ്രഷ്ടാവാണ്. ഈ പരമസത്യമാണ് സഹസ്രാബ്ദങ്ങളായി അനേകമനേകം പ്രവാചക പ്രവര്യന്മാർ ആദം മുതൽ യേശുവും മോശയും മുഹമ്മദും വരെ വിളംബരം ചെയ്തത്. ക്ഷണിക സുഖങ്ങൾക്ക് പിറകെ കുതിക്കുന്ന സർവ മനുഷ്യർക്കുമായി ദൈവദൂതന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. സൂക്ഷിക്കുക, മരണാനന്തരം ഒരു ലോകമുണ്ട്. അന്ത്യനാളിന് ശേഷം നീ അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും നിന്റെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. നന്മകൾക്ക് പ്രതിഫലമായി സ്വർഗവും തിന്മകൾക്ക് പ്രതിഫലമായി നരകവും അവിടെ നമ്മെ കാത്തിരിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. പഠിക്കുക. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ അവതീർണമായ യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാത്ത സർവവേദങ്ങളുടെയും പൂർത്തീകരണമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനും പ്രവാചകചര്യയും മാതൃകയാക്കി ജീവിതം ചിട്ടപ്പെടുത്തുക. അത് മാത്രമാണ് ഈ ലോകത്തിൽ ശാന്തിയും പരലോകത്തിൽ ശാശ്വത സ്വർഗവും കരസ്ഥമാക്കാനുള്ള ഒരേ ഒരു മാർഗം. നാഥ,
ഇരുലോകത്തിലും വിജയം കൈവരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ.